8ാം ക്ലാസ്സുകാരുടെ മാത്തമെറ്റിക്സിൻ്റെ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നിങ്ങളുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 40 സമയം 1.5 മണിക്കൂറാണ്. അപ്പോൾ നോക്ക്, ABCD എന്നീ 4 ഭാഗങ്ങളിലായിട്ട് 16 ചോദ്യങ്ങളാണ് ഉള്ളത്. A, B എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. A അല്ലെങ്കിൽ B എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടാൽ അതിലേതെങ്കിലും ഒന്ന് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, സെക്ഷൻ A ഒരു സ്കോർ വീതമുള്ള 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 8.5 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64 പ്ലസ് ഡാഷ് പ്ലസ് 0.25. 4 ഓപ്ഷൻസ് ഉണ്ട്. 2, 4, 8, 16 ഇങ്ങനെയാണ് ഓപ്ഷൻസ്. ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഈ 8.5 ദ ഹോൾ സ്ക്വയറിനെ A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന A പ്ലസ് ബി എന്നാണ് ആ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 8 പ്ലസ് 0.5 അല്ലേ, പിന്നെ ദ ഹോൾ സ്ക്വയർ അതേപോലെ കൊടുക്കുക. അപ്പോൾ 8 പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ട് എഴുതാം. എങ്ങനെയാണ്? A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. അപ്പോൾ 8ൻ്റെ സ്ക്വയർ പ്ലസ് 2AB. അപ്പോൾ 2 × 8 × 0.5 പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ B സ്ക്വയറിൻ്റെ പകരം. അപ്പോൾ 8 സ്ക്വയർ എന്നാണ് 64. 2 × 8 × 0.5 നമുക്ക് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും അല്ലേ. പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ. 0.5 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25. അപ്പം 2 സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് കൊടുക്കുമ്പോൾ 0.25. അപ്പോൾ 64 പ്ലസ് 8 പ്ലസ് 0.25. അപ്പോൾ നോക്ക്, നമ്മുടെ ക്വസ്റ്റ്യനിൽ 8.5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 പ്ലസ് അവിടെ ഡാഷിൻ്റെ അവിടെ എന്താ വരേണ്ടത്? 8 അല്ലേ. അപ്പം 8 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ C അല്ലേ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ ഏത് 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിന്റെ അതേ അളവുകൾക്ക് തുല്യമായാലാണ് മറ്റ് 3 അളവുകൾ തുല്യമാവുക. അതായത് ഇവിടെ ഈക്വൽ ട്രയാങ്കിൾ ആകാനുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ്: 3 വശങ്ങൾ, 2 വശങ്ങളും ഏതെങ്കിലും ഒരു കോണും, ഒരു വശവും ഏതെങ്കിലും 2 കോണും, D 3 കോണുകൾ. ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ ഓപ്ഷൻ A 3 വശങ്ങളാണ്. B വരാത്തത് എന്താണ്? 2 വശങ്ങളും ഏതെങ്കിലും ഒരു കോണല്ല, 2 വശങ്ങളും അതിൻ്റെ ഇടയിലുള്ള ഒരു കോണം. അതാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ശരിയായിട്ട് വരും. അടുത്ത C നോക്കുക, ഒരു വശവും ഏതെങ്കിലും 2 കോണം എന്നല്ല, ഒരു വശവും അതിൻ്റെ എൻഡിലുള്ള 2 കോണുകൾ. അടുത്ത D 3 കോണുകൾ. 3 കോണുകൾ എന്തായാലും വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 വശങ്ങൾ എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ചുവടെയുള്ള പ്രസ്താവനകൾ നോക്കുക. പ്രസ്താവന A, പ്രസ്താവന B എന്നിങ്ങനെ 2 പ്രസ്താവനകളുണ്ട്. ഒരു പഞ്ചഭുജത്തിന്റെ അകക്കോണുകളുടെ തുക 540 ഡിഗ്രി. പ്രസ്താവന B, ഒരു ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രി. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ശരിയായത് കണ്ടുപിടിക്കുക. ഏതൊരു പോളിഗണിന്റെ ആയാലും അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്ക്, ആദ്യം പഞ്ചഭുജം ആണ് തന്നിട്ടുള്ളത്. പഞ്ചഭുജം എന്ന് പറയുമ്പോൾ അതിന് എത്ര വശങ്ങൾ ഉണ്ടാവും? 5 വശം അല്ലേ. അപ്പം ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്, ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് 5 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 5 - 2 × 180. 5 - 2 ചെയ്യുമ്പോൾ 3. അപ്പോൾ 3 × 180. 180യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 540 എന്ന് കിട്ടും, 540. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലേ. അടുത്ത ട്രയാങ്കിൾ നോക്കിയോളൂ. n-2 × 180 അല്ലേ. അവിടെ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ്. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. അപ്പോൾ 3 - 2 × 180. 3 - 2 ചെയ്യുമ്പോൾ 1. 1 × 180 എത്ര? 180 ഡിഗ്രി തന്നെ. അപ്പോൾ പ്രസ്താവന B നോക്ക്, ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രസ്താവന Aയും പ്രസ്താവന Bയും ശരിയാണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവന നോക്കൂ. ആ പ്രസ്താവന A ശരിയാണ്, പ്രസ്താവന B തെറ്റാണ് ആണോ? അല്ല. പ്രസ്താവന A തെറ്റാണ്, പ്രസ്താവന B ശരിയാണ് ആണോ? അല്ല. പ്രസ്താവന രണ്ടും ശരിയാണ്. ഓക്കെ, എയുടെ കാരണമാണ് B. അടുത്തത് നാലാമത്തെ ഓപ്ഷൻ, പ്രസ്താവന രണ്ടും ശരിയാണ്, എയുടെ കാരണമല്ല B. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്, എയുടെ കാരണമാണ് B എന്നുള്ളതാണ്. ഇതെങ്ങനെ വരുന്നു എന്നറിയോ? ഇവിടെ നമ്മുടെ പെൻറ്റഗൺ ആണല്ലോ. 1, 2, 3, 4, 5 സൈഡുള്ള ഒരു പെൻറ്റഗൺ. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു. പിന്നെ ഇവിടെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് മൂന്നാമത്തെ ട്രയാങ്കിൾ ആണല്ലോ. അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം കോണളവ് എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ 3 ട്രയാങ്കിളിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 3 × 180. 3 × 180 ആണല്ലോ 540. അതാണല്ലോ ആ പെൻറ്റഗണിൻ്റെ മൊത്തം കോണളവ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C, പ്രസ്താവന രണ്ടും ശരിയാണ്, എയുടെ കാരണമാണ് B എന്നുള്ളത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. ഒറ്റസംഖ്യകളുടെ വർഗ്ഗങ്ങളെല്ലാം ഒറ്റസംഖ്യകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. ഒറ്റസംഖ്യകളുടെ വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആയിരിക്കും.
പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? അപ്പോൾ നമ്മളിതിൽ ശരിയായിട്ടുള്ളത് ഏതെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ആൻസർ എഴുതണം. ഇതൊക്കെ കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ നോക്കിയുള്ളൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പം നമ്മൾ ഇതാ ഇവിടെ 1 നമ്പർ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. 3 സ്ക്വയർ, 3 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണല്ലോ, 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ അതൊരു ഒറ്റ സംഖ്യയാണ്. അതുപോലെ 5ന്റെ സ്ക്വയർ, 5 ഒറ്റ സംഖ്യയാണ്, അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. അതും 25 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അടുത്ത രണ്ടാമത്തെ നോക്കിയുള്ളൂ, പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക് 25, 9 എന്നിങ്ങനെയുള്ള 2 പൂർണ്ണവർഗ്ഗങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 നമ്പർ ഇട്ടിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ? 8 3 24 ആണല്ലോ. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ നോക്കൂ 1 അല്ലേ? ശിഷ്ടം എത്രയാണ്? 1 ആണ്. അതുപോലെ 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 1. അപ്പോൾ ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ആ പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അതാണ് എഫ് എന്നിട്ടേക്കുന്നത്. അടുത്ത മൂന്നാമത്തത്, ഒറ്റ സംഖ്യകളുടെ വർഗ്ഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ആയിരിക്കും. നോക്കൂ, ഇവിടെ തന്നിട്ടുള്ള ഒറ്റ സംഖ്യ 9, 25 എന്നിങ്ങനെയുള്ള 2 ഒറ്റ സംഖ്യയാണ് ഞാൻ എടുത്തത്. 9നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് മിച്ചം? 1 ആണ്. അതുപോലെ മറ്റൊരു ഒറ്റ സംഖ്യ എടുത്തു 25. 25നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴും നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഇനി അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയുള്ളൂ, പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 അല്ലെങ്കിൽ 0 ആയിരിക്കും. പൂർണ്ണവർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, 36 ഞാനൊരു പൂർണ്ണവർഗ്ഗം എടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 36നെ 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 4 36 ആണല്ലോ. അവിടെ എത്ര കിട്ടി? 0. മിച്ചം 0 കിട്ടി അല്ലേ? റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരെണ്ണം ഓക്കെയാണ്. അടുത്ത നോക്ക്, ഞാൻ 25 എടുത്തു. 25നെ ഞാൻ 4 കൊണ്ട് ഹരിച്ചു. 25നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 1 മിച്ചം കിട്ടിയത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്കിവിടെ കറക്റ്റ് തന്നിട്ടുള്ള ഓപ്ഷൻസ് കണ്ടോ? ABCD എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ബി ഓപ്ഷൻ നോക്കൂ, 1 3 ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1 3 ശരി എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ ബി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്.